ഷാലോം ടി വിയുടെ വോയിസ് ഓഫ് ദി ചർച്ച് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായുള്ളത് പാലക്കാട് രൂപതയുടെ ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ പിതാവാണ്. പാലക്കാട് രൂപത സ്ഥാപിതമായിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഒരു രൂപത സമൂഹത്തിനു വേണ്ടി ഒരു കർമ്മ പദ്ധതി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോവുകയാണ് രൂപത. രൂപതയുടെ ഈ കർമ്മ പദ്ധതികളെക്കുറിച്ചും പാലക്കാട് രൂപതയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ചും സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും പിതാവ് നമ്മളോട് സംസാരിക്കുന്നു. KCBC വുമൻസ് കമ്മീഷൻ ചെയർമാൻ കൂടിയായ പിതാവിനെ വോയിസ് ഓഫ് ദി ചർച്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവെ സ്വാഗതം. പാലക്കാട് രൂപത സുവർണ ജൂബിലി ആഘോഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് കർമ്മ പദ്ധതി പ്രകാശനവും രൂപത ആഘോഷത്തിൻ്റെ ഇടയ്ക്ക് നടന്നു കഴിഞ്ഞു. രൂപത സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? പാലക്കാട് ഒരു കർഷക രൂപതയാണ്. കർഷകൻ ഇന്ന് അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ്. കൃഷി പല കാരണങ്ങൾ കൊണ്ടും കൃഷി അസാധ്യമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സന്ദർഭത്തിൽ കർഷകൻ്റെ ഈ പോരാട്ടത്തിനോടൊപ്പം രൂപതയും സഭയും ഏത് രീതിയിലാണ് അവനെ സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് എല്ലാവരും സന്തോഷപൂർവ്വം പ്രവേശിച്ചു. 1974 സെപ്റ്റംബർ 8 രൂപത നിലവിൽ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സെപ്റ്റംബർ 8 ആകുമ്പോഴേക്കും 50 വർഷത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ രൂപതയുടെ ഒരു സമഗ്രമായ വളർച്ച, സമഗ്രമായിട്ടുള്ള ഒരു നവീകരണം, അങ്ങനെ പല കാര്യങ്ങൾ ചിന്തിച്ച് ഊന്നൽ കൊടുക്കുന്ന കാര്യം ഒരു ആധ്യാത്മിക നവീകരണമാണ്. അങ്ങനെ ഒരു ഊന്നൽ കൊടുക്കാൻ കാരണം ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഉള്ള ചില പ്രതികരണങ്ങളുടെ അതിനെ തുടർന്നാണ്. അപ്പോൾ ആധ്യാത്മികമായ ഒരു നവീകരണം. അതുകൊണ്ടാണ് ശരിക്കും ഞങ്ങൾ ഈ വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ അധ്യായം 28-ാമത്തെ തിരുവചനത്തിലെ ഒരു ഭാഗം, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. അത് നമ്മളുടെ ഒരു വചനവാക്യമാണ്. ഈ ജൂബിലി ആഘോഷത്തിൻ്റെ നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ നിങ്ങളെല്ലാവരും ഒന്നെന്ന് പറയുമ്പോൾ അത് പാലക്കാട് രൂപത എന്ന് പറയുന്ന കത്തോലിക്ക സഭാ വിശ്വാസികൾ മാത്രമല്ല അതിൽ ഉൾക്കൊള്ളുന്നത്. ഞങ്ങൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് അതിൽ കാണുകയാണ്. ഈ രൂപതയുടെ ആദ്യത്തെ മെത്രാനായിരുന്ന അഭിവന്യ ജോസഫ് ഇരുമ്പൻ പിതാവിൻ്റെ മെത്രാഭിഷേകവും പിതാവിൻ്റെ സ്ഥാനാരോഹണവും രൂപതയുടെ ആ ദിവസം തന്നെ 1974 സെപ്റ്റംബർ 8 നടന്നു. പിതാവിൻ്റെ ഒരു ദർശനമാണ്, ഒരു കാഴ്ചപ്പാടാണ് പാലക്കാട് രൂപതയിൽ കത്തോലിക്ക വിശ്വാസി സമൂഹത്തിൻ്റെ ചുമതല, ആധ്യാത്മിക ചുമതല ഒരു വികാരിയെ ഏൽപ്പിക്കുമ്പോൾ പിതാവിൻ്റെ കാഴ്ചപ്പാട്, നിങ്ങൾ ആ കത്തോലിക്ക സമൂഹത്തിൻ്റെ മാത്രം അച്ഛന്മാരല്ല, നിങ്ങളെല്ലാവരും ആ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരുടെയും കൂടി വികാരിമാരാണ്. അങ്ങനെയല്ല ചിലപ്പോൾ നമുക്കറിയാൻ പറ്റും. നമ്മൾ ചില പള്ളികളിലൊക്കെ, ചില പള്ളികളിലല്ല എല്ലാ പള്ളികളിലും, ഞാനത് കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാം, എല്ലാ പള്ളികളിലും വികാരിയച്ഛന്മാർ ചില കാര്യങ്ങൾ ഇടവക ജനത്തിൻ്റെ കത്തോലിക്ക സമൂഹത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ സാമൂഹികമായ പ്രതിബദ്ധതകൾ എത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് കത്തോലിക്ക സമൂഹത്തിന് മാത്രമല്ലല്ലോ, നമ്മളെല്ലാവർക്കും അത് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയുമ്പോൾ അതിൽ പിന്നെ കർഷകരുണ്ട്, പിന്നെ വ്യാപാരം ചെയ്യുന്നവരുണ്ട്, കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, സ്ത്രീജനങ്ങളുണ്ട്, പുരുഷന്മാരുണ്ട്, അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകൾ എല്ലാവരും ഒന്നാണ്. പാലക്കാട് രൂപത പാലക്കാട് സിവിൽ ഡിസ്ട്രിക്റ്റിൻ്റെ ബൗണ്ടറിയുമായിട്ട് ഒത്തുപോകുന്നത് എന്ന് പറഞ്ഞാൽ സിവിൽ ഡിസ്ട്രിക്റ്റ് എത്ര സ്ക്വയർ കിലോമീറ്റർ ഉണ്ടോ അത്രയും സ്ക്വയർ കിലോമീറ്റർ തന്നെയാണ് പാലക്കാട് രൂപത. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നാണെന്ന് പറയുമ്പോൾ പാലക്കാട് രൂപതയിലുള്ള സർവ്വ വിശ്വാസികളെയും ചേർത്ത് വയ്ക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 4482 സ്ക്വയർ ഫീറ്റാണ് ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഡേറ്റ നോക്കിയപ്പോൾ കിട്ടിയത്. 4482 സ്ക്വയർ കിലോമീറ്ററാണ് പാലക്കാട് രൂപത.
ഈ രൂപതയിൽ ഇത്രയും സ്ക്വയർ കിലോമീറ്ററുള്ള വിസ്തൃതിയുള്ള ഈ രൂപതയിൽ 130 പള്ളികളാണ് ഉള്ളത്. 130 പള്ളികൾ. അതിലൊരു 90ഓളം ഇടവകകൾ, ബാക്കിയുള്ളത് സ്റ്റേറ്റസാണ്. അങ്ങനെ 2 സ്റ്റേറ്റസാണുള്ളത്. ഏതാണ്ട് ഒരു 20,000-ഓളം കുടുംബങ്ങൾ, 50,000-ലേറെ അംഗങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് രൂപതയുടെ ഒരു ചിത്രം നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആപ്തവാക്യം, ഈ വചനവാക്യം ഞങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ രൂപതയിലുള്ള സർവ്വ മനുഷ്യരെയും ഉൾപ്പെടുത്തുകയാണ്. എല്ലാവർക്കും ഭൗതികമായിട്ട് ഒത്തിരി കാര്യങ്ങളും നേട്ടങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ആത്മീയമായ മേഖലയിൽ നമുക്ക് പല രീതിയിലവരെയൊക്കെ സഹായിക്കാനായിട്ട് സാധിക്കും. ചിലരെ ഭൗതിക കാര്യങ്ങളിലും ഉൾപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ രൂപത ഒരു കുടുംബം എന്ന മഹനീയമായ ഒരു ആപ്തവാക്യം ഞങ്ങൾക്കുണ്ട്. രൂപത ഒരു കുടുംബം. ആ രൂപത ഒരു കുടുംബത്തിൽ നീ ഞങ്ങളുടെ കുടുംബക്കാരനല്ല, നീ ഞങ്ങളുടെ കുടുംബക്കാരനല്ല, നീ ഞങ്ങളുടെ കുടുംബക്കാരനല്ല എന്ന പേരിൽ നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. ആരെയും മാറ്റി നിർത്തുന്നുമില്ല. അല്ലെങ്കിൽ തന്നെ പല കാര്യങ്ങൾക്കും രൂപതയിലും അതുപോലെ പള്ളികളിലെ വികാരേശന്മാരുടെ അടുത്തുമൊക്കെ എത്രയോ അക്രൈസ്തവ സഹോദരങ്ങളാണ് പല കാര്യങ്ങൾക്കും വേണ്ടി ചെല്ലുന്നത്. പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടൊക്കെ പല സഹോദരങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്. അതിൽ നല്ല കാര്യങ്ങൾ തന്നെയാണ്. സാധ്യമായ വിധത്തിൽ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്. അതുപോലെ രൂപതയുടെ പല ധ്യാന കേന്ദ്രങ്ങളിലുമൊക്കെയും ഒത്തിരി ഈ അക്രൈസ്തവ സഹോദരങ്ങൾ വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നുണ്ട്. നല്ല കാര്യങ്ങൾ തന്നെ. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട്, രൂപത ഒരു കുടുംബം, അതുപോലെ നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്ന് എന്ന കാഴ്ചപ്പാട് ഈ ജൂബിലിയുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളും വാക്യങ്ങളുമായിട്ട് നിലകൊള്ളുകയാണ്. അതിനൊക്കെ അർത്ഥങ്ങളുണ്ട് ഞാൻ പറഞ്ഞതുപോലെ. അങ്ങനെ വരുമ്പോൾ എന്നോട് ചോദിച്ചതുപോലെ കർഷകരെന്ന് പറയുന്ന ഒരു വലിയ സമൂഹമുണ്ട് രൂപതയുടെ. പാലക്കാട് രൂപത തന്നെ ഒരു കർഷക രൂപതയാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് ഈ ബിസിനസ്സുകാരെന്ന് പറയുന്നത് ഒരു നിശ്ചിത ശതമാനമേ ഉള്ളൂ, ബാക്കിയെല്ലാം കർഷകരാണ്. അപ്പോൾ നമ്മൾ രൂപതയുടെ ആദ്യകാലം മുതൽ തന്നെ, പ്രത്യേകിച്ച് അവസാനം വന്നപ്പോൾ ഒരു 10 വർഷം മുൻപ് റൂബി ജൂബിലി ആഘോഷിച്ചിരുന്ന രൂപതയുടെ. അങ്ങനെ റൂബി ജൂബിലി ആഘോഷിച്ചിരുന്ന അവസരങ്ങളിലൊക്കെയും എടുത്തു പറഞ്ഞിരുന്നൊരു കാര്യം, കർഷകരുടെ സമുദ്ധാരണത്തിന് വേണ്ടി സാധ്യമായതെല്ലാം ചെയ്യണം. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഈ രൂപതയുടെ റൂബി ജൂബിലിയോട് അനുബന്ധിച്ച് തന്നെ ഒരു എപ്പാർക്കിൽ അസംബ്ലി എന്ന് പറയുന്ന ഒരു വേദി സംഘടിപ്പിച്ചിരുന്നു. നമ്മുടെ സഭാ നിയമത്തിൽ പ്രത്യേകം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് എപ്പാർക്കിൽ അസംബ്ലി. അങ്ങനെ അസംബ്ലിയിൽ ഉള്ള ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയവും ഈ കർഷകർ തന്നെയായിരുന്നു. കർഷകരെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? നമുക്കറിയാം, ഇപ്പോൾ ഈ പരിസ്ഥിതി ലോല മേഖലയുടെ പ്രശ്നങ്ങൾ, വന്യജീവികൾ, അതുപോലെ വന്യജീവി സംരക്ഷിത കേന്ദ്രങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കർഷകരെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ പാലക്കാട് രൂപതയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കർഷകരെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളുടെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളുടെ വില അത് ആവശ്യമായ രീതിയിൽ നേടിക്കൊടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കർഷകർക്ക് സർക്കാർ അനുവദിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതികളിൽ അവരെ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങളും ക്ഷേമ സംവിധാനങ്ങളും അവർക്ക് ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ രൂപതയുടെ ഭാഗത്ത് നിന്ന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിവേചിച്ചറിഞ്ഞും തരംതിരിച്ചറിഞ്ഞും അത് ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, വലിയ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് കർഷകരെ നമുക്ക് സഹായിക്കാൻ പറ്റില്ലെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. കർഷകർക്ക്, രൂപത അതിർത്തികളിലുള്ള കർഷകർക്ക്, ഞാൻ എടുത്തു പറയുന്നത് കർഷകരാണ്, കാരണം അവിടെ എല്ലാ ജാതി മതസ്ഥരും ഉണ്ട്. കർഷകർക്ക് പ്രശ്നബാധിതമായിട്ടുള്ള മേഖലകളിൽ കർഷകരെ ഒരുമിച്ച് കൂട്ടാനും പല കാർഷിക സംഘടനകൾ രൂപീകരിക്കാനും അല്ലെങ്കിൽ കർഷക സംഘടനയിലെ നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടാനും അവർ വഴി ചില പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാനും കർഷക ദ്രോഹപരമായിട്ടുള്ള നടപടികളെ കണ്ടറിഞ്ഞ് അവയ്ക്കെതിരെ പ്രതിരോധിക്കാനും പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്താനും ഒക്കെ പാലക്കാട് രൂപത മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പല അവസരങ്ങളിലും അങ്ങനെ നടന്നത് പബ്ലിക്കായിട്ടും അതുപോലെ പള്ളികളിലോട് കേന്ദ്രീകരിച്ചുമൊക്കെ നടന്നതും പലതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് നമുക്കറിയാമല്ലോ. ഇതെല്ലാം പരസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കർഷകർക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് രൂപതയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്, കടമയാണ്. അത് രൂപത അധ്യക്ഷൻ എന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ പറഞ്ഞതുപോലെ ഞങ്ങളും ഈ കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. രൂപതയുടെ ജൂബിലിയുടെ കർമ്മ പദ്ധതി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കർഷകർക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും സാധ്യമായ രീതിയിൽ നമ്മൾ ചെയ്യും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ്. പിന്നെ രൂപതയുടെ ഈ ജൂബിലി വർഷത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കർമ്മ പദ്ധതി, അത് ഓരോ മാസവും ഓരോരോ പ്രോഗ്രാം കേന്ദ്രീകരിച്ചാണ്.
ഓരോ പ്രോഗ്രാമുകൾ കേന്ദ്രീകരിച്ച അതിലും ഈ കർഷകർക്ക് അനുകൂലമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ കർമ്മ പദ്ധതിയിൽ നേരിട്ട് കർഷകരെ എടുത്ത് പരാമർശിച്ചിട്ട് അവസരങ്ങൾ കുറവാണെങ്കിലും ഈ കർമ്മ പദ്ധതിയിൽ ഞങ്ങൾ വേറെ 1-2 പ്രത്യേക സംഗമങ്ങൾ കൂടുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്ന് മറ്റൊരു എപ്പാർക്കിൽ അസംബ്ലിയാണ്. അത് വളരെ സീരിയസ് ആയിട്ട് നടത്തുന്ന ഒരു വേദിയാണ്, സംഘടിപ്പിക്കുന്ന ഒരു വേദിയാണ്. അവിടെയും കർഷക സംബന്ധമായ വിഷയങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ അവിടെ നിന്നാണ് കൂടുതൽ പ്രായോഗിക പദ്ധതികൾ കർഷകർക്ക് വേണ്ടി ഇനിയും എന്ത് ചെയ്യണമെന്നുള്ള പ്രായോഗിക പദ്ധതികൾ രൂപീകരിക്കുന്നത് ഈ കർമ്മ പദ്ധതിയിൽ ഉൾച്ചേർത്തിട്ടുള്ള ഈ പിന്നെ എപ്പാർക്കിൽ അസംബ്ലി എന്ന് പറയുന്ന വേദിയിൽ നിന്നാണ്. ബാക്കി മിക്കവാറും കാര്യങ്ങൾ ആത്മീയമായ നവീകരണത്തിന് ഉതകുന്ന കാര്യങ്ങളാണ് 1, 2, 3, 4 ആയിട്ട് ഈ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ചേർത്തിരിക്കുന്ന മറ്റു പല വേദികളുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. അവയിലാണ് കർഷകരെ സംബന്ധിച്ച കൂടുതൽ വിഷയങ്ങൾ കയറി വരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ രൂപത ഒരുപാട് കാര്യങ്ങൾ കർഷകർക്ക് വേണ്ടിയിട്ട് അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ മുൻഗാമിയായിരുന്ന അഭിമന്യ ജേക്കബ് മനത്തോടത്തെ പിതാവ് ഈ കാര്യത്തിൽ അങ്ങേയറ്റം നിഷ്ഠ കാണിച്ചിട്ടുള്ള ഒരാളാണ്. കർഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിനെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അദ്ദേഹം സാധ്യമായതൊക്കെ ചെയ്യുമായിരുന്നു. പിതാവ്, ഒരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കട്ടെ. ഇപ്പോൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിലൊന്ന് വിളകൾക്ക് കൃത്യമായ വില കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് സമയത്ത് അത് വിൽക്കാൻ കഴിയുന്നില്ല, വിപണനത്തിൻ്റെ പ്രശ്നങ്ങൾ, കാട്ടുമൃഗശല്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ വിള സംബന്ധമായ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. അപ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കഴിയുക? കർഷകർ പാലക്കാട് ജില്ലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ മലയോര മേഖലകളിൽ ഈ വാഴയും പിന്നെ അതുപോലെയുള്ള കപ്പ, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെയുള്ളവയുണ്ട്. പിന്നെ കുരുമുളക്, ഏലം പോലെയുള്ള, കുരുമുളക് കുറച്ച് കൂടുതലുണ്ട്, ഏലം പോലെയുള്ള വിളകളും വേറെ വശത്തുണ്ട്. പിന്നെ താഴ്വാരങ്ങളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നെല്ലിൻ്റെ ഉൽപ്പാദനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ഞങ്ങൾ മുൻ വർഷങ്ങളിൽ ഈ വാഴത്തോട്ടം നട്ടുപിടിപ്പിക്കുന്ന അല്ലെങ്കിൽ വാഴ കൃഷി ചെയ്യുന്ന കർഷകരെ സഹായിക്കാൻ കുറഞ്ഞ തോതിലെങ്കിലും സാധിച്ചിരുന്നത് അവരുടെ ഈ വാഴക്കുലകൾ ശേഖരിച്ച് അത് കൂടുതൽ ആവശ്യമായ സ്ഥലത്ത് കൊണ്ടുപോയി വിൽക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ PSSP ഉണ്ട്, പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാട്. ഈ PSSP വഴിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കി മാറ്റാനായിട്ട് ചില ശ്രമങ്ങൾ നടന്നിരുന്നു. അങ്ങനെയും കർഷകരുടെ കുറച്ച് പ്രത്യേക ചക്ക പോലെയുള്ള കാര്യങ്ങൾ ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനൊരു ശ്രമം നടന്നിരുന്നു. അത് മുഴുവനും അങ്ങോട്ടായിട്ടില്ല, എങ്കിലും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ PSSP തന്നെ മുൻകൈയെടുത്ത് ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ ആവിഷ്കരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇനി കുരുമുളക് പോലെയുള്ള കാര്യങ്ങൾ ശേഖരിക്കാനുള്ള മറ്റൊരു പ്രോജക്റ്റുണ്ട്. അപ്പോൾ അത് ശേഖരിച്ച് വിപണി കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉൽപ്പന്നങ്ങളുണ്ട് ശരിയാണ്, പക്ഷേ വിപണി കണ്ടെത്തി അത് മാർക്കറ്റിംഗ് നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുമ്പോഴാണ് കർഷകന് അതിൻ്റെ യഥാർത്ഥ ഒരു വില കിട്ടുക. ഒരു ഉൽപ്പന്നം അത് മാത്രമാകാതെ അതിൻ്റെ ഉദാഹരണമായിട്ട് മുമ്പ് പറഞ്ഞ ചക്ക, അതെ, അത് വർഷത്തിൽ എല്ലാ ദിവസവും ചക്ക ഉൽപ്പന്നം ലഭിക്കുന്ന രീതിയിൽ ആകുന്ന രീതിയിലുള്ള PSSP അതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് PSSP കൂടുതൽ മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ, അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ വേറെ കുറച്ചും കൂടി വ്യാപകമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഈ ക്രൈസ്തവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭാ സമൂഹത്തിലെ ആളുകളെ സംബന്ധിച്ച് ഒരു ഭൂരിഭാഗവും കർഷകരാണ്. ഇവിടെ പാലക്കാട് രൂപതയിൽ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൃഷി ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലെവലിലേക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കത്തോലിക്ക സമൂഹം കുറച്ച് പേരൊക്കെ ഈ കച്ചവടങ്ങളും അതുപോലെയുള്ള ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ട്, ശരിയാ, കടകൾ, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് അതൊക്കെയുണ്ട്. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ ഈ പാലക്കാട് കത്തോലിക്ക സമൂഹം അങ്ങനെ ഒരു ബിസിനസ് മൈൻഡല്ല. അവർ കൃഷി ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, അത് വിൽക്കാൻ പറ്റുമെന്ന് നോക്കുക. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുവരാൻ കുറച്ചും കൂടി ഒരു ബോധവൽക്കരണം നടത്തണം. അതുപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഉണ്ടാകുകയും വേണം. പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും വേണം. പിന്നെ പിതാവേ, ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാന വിഷയമാണ് യുവാക്കളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം. ഇവിടെ യുവാക്കൾ വിദ്യാഭ്യാസത്തിന് ശേഷം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒരു സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ ജോലികൾക്കോ ഒന്നും ശ്രമിക്കാതെ വിദേശത്തേക്ക് കുടിയേറാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
നമുക്കറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു ഉദ്യോഗസ്ഥ കുടിയേറ്റമാണ് വിദേശങ്ങളിലേക്ക് നടത്തിയിരുന്നത്. അത് കുടുംബത്തിൻ്റെ ഒരു സ്റ്റാറ്റസാണ്. വിദേശത്ത് 4 പേര് ജോലി ചെയ്യുന്നു, 2 പേര് ജോലി ചെയ്യുന്നൊക്കെ പറയുമ്പോൾ, ഇല്ല, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെ കുറച്ച് പേര് വിദേശത്ത് പോയി കഴിയുമ്പോൾ കുടുംബത്തിലൊരു വലിയ അന്തസ് എന്നുള്ള രീതിയിലാണ്. കാരണം എൻ്റെ ആൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്, അമേരിക്കയിലാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അന്തസ്സുണ്ട്. അത് ഏതാനും കുടുംബങ്ങൾ എന്ന രീതിയിലാണ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പ്രൊഫഷണൽ എന്താ പറയുക, മൈഗ്രേഷൻ, ഉദ്യോഗസ്ഥ കുടിയേറ്റം ഞാൻ പറഞ്ഞതുകൊണ്ട് പ്രൊഫഷണൽ മൈഗ്രേഷൻ, അത് മാറിയിട്ട് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ച വിദ്യാർത്ഥി കുടിയേറ്റങ്ങളാണ്. വിദ്യാർത്ഥി കുടിയേറ്റം. അപ്പോൾ ഇവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളൊന്ന്, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് പഠനത്തിന് ചെലവ് കണ്ടെത്താനുള്ള സാധ്യതകൾ, ഇനി പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് തരക്കേടില്ലാത്ത ഒരു ജോലി ഉറപ്പ്, തരക്കേടില്ലാത്ത ജോലിയേക്കാൾ ഉപരി മെച്ചപ്പെട്ട ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉറപ്പ്, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് യുവാക്കൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വിദേശത്തേക്ക് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആഴത്തിൽ ഒരു പഠനം നടത്താൻ സർക്കാർ തന്നെ ഒരു കമ്മീഷനെ നിയമിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങനെ നടത്തിയാൽ, ഒരു പഠനം നടത്തിയാൽ കുറവ് നമ്മുടെ ഭാഗത്താണ് നമ്മൾ സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ്, ഒരുപക്ഷെ സാധ്യത ഇല്ലാത്തതാകാം, എങ്കിലും അതിന് പരിശ്രമിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു കുടിയേറ്റം നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു സൗകര്യം കിട്ടിയാൽ അതല്ലേ നല്ലത്, നല്ലൊരു ശമ്പളം കിട്ടുന്ന ഒരു ജോലി അതല്ലേ നല്ലത്. ഇപ്പോൾ മനുഷ്യർ ചിന്തിക്കുന്ന ചിന്താഗതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾ. മറ്റത് എങ്ങനെയാലും വേണ്ടിയല്ല, നാട്ടിൽ തന്നെ പിടിച്ചു നിൽക്കണം, നാടാണ് സ്വർഗം, ഈ നാടാണ് നമ്മുടെ സ്വർഗം എന്നൊക്കെ പറഞ്ഞുള്ളൊരു, ഇപ്പോൾ ആ മനോഭാവത്തിൽ തന്നെ ഒരു മാറ്റം, അതുപോലെ ഒരു ആവശ്യം, ഒരു നെസസിറ്റി ആയിട്ട് മാറിയിരിക്കുക പോകേണ്ടത്. നാട്ടിൽ നിന്നാലൊന്നും വലിയ രക്ഷയില്ല. അങ്ങനെയാണ് പലരും പറയും, നാട്ടിൽ നിന്നാലൊന്നും വലിയ രക്ഷയില്ല. എന്താണ് ഈ രക്ഷ? ഈ രക്ഷയെന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ കാര്യങ്ങളല്ലേ. അവർക്ക് ജീവിത സന്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള പിന്നെ ശമ്പളം, വേതനം, അതുപോലെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ വന്നു ഇപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും മാത്രമല്ല, അവർക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ അവരുടെ മാതാപിതാക്കളും പോകാനായിട്ടിരിക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാനും ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര മാതാപിതാക്കന്മാർ ഇപ്പോൾ പോകാൻ റെഡിയായിട്ട് വീസയും കാത്തിരിക്കുക അല്ലേ? കാരണം നിങ്ങളുടെ മക്കൾ അവിടെയാണ് പോകാൻ റെഡിയായിട്ടിരിക്കുക. അപ്പോൾ മക്കൾ മാത്രമല്ല കുടിയേറ്റം, മാതാപിതാക്കളുടെ കുടിയേറ്റം കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വരികയാണ് മാതാപിതാക്കളുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പോകുന്നത്, ഒരു പഠനം നടത്തണം. എന്നിട്ട് നാട്ടിൽ തന്നെ അവരെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നിടത്തോളം നിർത്തണമെങ്കിൽ ആനുപാതികമായ രീതിയിലെങ്കിലും ഒരു സമാന്തര സംവിധാനങ്ങൾ സൃഷ്ടിക്കണം, ആനുപാതികമായ രീതിയിൽ. ഇപ്പോൾ നമുക്ക് പിന്നെ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ജോലി, PSC വഴിയുള്ള എല്ലാം നമുക്ക് അവൈലബിളാണ് ഒരു നിശ്ചിത ഇതുവരെ. പക്ഷേ അത് നമ്മൾ കാത്തിരുന്നാൽ എത്ര കാലം കാത്തിരിക്കും, കിട്ടണമെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ ഈ ആളുകൾ അങ്ങോട്ട് പോവുക, ദൂരദേശത്തേക്ക് പോവുക, ദൂരദേശത്തേക്ക്. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ കാര്യം പറഞ്ഞ പോലെ എല്ലാം ശേഖരിച്ചുകൊണ്ട് പോയില്ലെങ്കിലും ദൂരദേശത്തേക്ക് അവർ പോവുക, ദൂരദേശത്തേക്ക് അവർ പോയിട്ട് അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഒഴുക്ക്, അവരിങ്ങനെ ഒരു ജീവിതത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ തേടിയുള്ള ഒരു പോക്ക് കാണുമ്പോൾ രൂപതയിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ പോകരുത്, പോകുന്നത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയണമെങ്കിൽ നമുക്ക് അതിന് പകരം സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. പകര സംവിധാനങ്ങൾ ഒരു രൂപതയ്ക്ക് മൊത്തമായിട്ട് ചെയ്തു കൊടുക്കാൻ അത്ര എളുപ്പമല്ല. അതിനാണ് നമ്മൾ അതിന് പിന്നെ ഗവൺമെൻറ്റിൻ്റെ, സർക്കാരിൻ്റെ തീർച്ചയായിട്ടും സഹായങ്ങൾ ആവശ്യം വരുന്നത്. നമുക്ക് നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്കെങ്കിലും നിഷ്പക്ഷമായ രീതിയിൽ, സ്വന്തം പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നതല്ലല്ലോ, ആവശ്യക്കാരെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകട്ടെ. പാർട്ടിക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും അവർ കൊടുക്കും, പക്ഷേ അത് അങ്ങനെയല്ല. അപ്പോൾ നാടിൻ്റെ ഒരു ഉന്നമനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നു. സർക്കാർ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം തന്നെ നടത്തി പരിഹാര മാർഗം കണ്ടെത്തണം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഹ്യൂമൻ റിസോഴ്സാണ് മൊത്തം ചോർന്നു പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഇൻ്റലക്ച്വൽസ് എന്തുകൊണ്ടും അങ്ങനെ വരുന്നില്ല. ഇപ്പോൾ ഒരു കാര്യം വന്നാൽ ഒരു കാര്യത്തെ ഒന്ന് ഉപദേശിച്ചു കൊടുക്കാൻ ഇൻ്റലക്ച്വൽസ്, വിഷനുള്ളവർ വേണം, ഉൾക്കാഴ്ചകളുള്ളവർ വേണം. കണ്ടതിൻ്റെ പുറകെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്തെങ്കിലും ചെയ്ത് കൂട്ടിക്കൊണ്ട് കാര്യമില്ല. ഒരു ഭരണം നന്നാകണമെങ്കിൽ ഉൾക്കാഴ്ചകളുള്ള ഭരണാധികാരികൾ വേണം. നാടിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ഭരണാധികാരികൾ വേണം. ഇപ്പം ഞാനിപ്പോൾ സാന്ദർഭികമായിട്ട് പറയട്ടെ, നമ്മളുടെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഞാൻ എവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വോട്ട് തെണ്ടുന്ന പ്രവണതയാണ്. വോട്ട് തന്നെ, എനിക്ക് വോട്ട് തരാമോ, എനിക്ക് വോട്ട് തരാമോ. നേരെ മറിച്ച് ജനങ്ങൾ വോട്ട് അങ്ങോട്ട് ചെയ്യണം.
ഈ ആൾക്ക് വോട്ട് ചെയ്താൽ മെച്ചമുണ്ട്, ജനങ്ങൾ അങ്ങോട്ട് ചെയ്യണം. അതുകൊണ്ട് വോട്ട് കൊടുക്കുന്ന, ചോദിച്ച് മേടിക്കാതെ, തെണ്ടി മേടിക്കാതെ വോട്ട് കൊടുക്കുന്ന രീതിയിലേക്ക്, ജനങ്ങൾ ജയിപ്പിക്കുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ അവർ കാര്യങ്ങൾ അവിടെ ചെയ്യണം, അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. ഇതൊന്നിനെക്കുറിച്ചും ആലോചനയില്ല. നാട്ടിൽ കുറച്ച് ഭരണാധികാരികളുണ്ട്, ഒന്നിനെക്കുറിച്ച് ചിന്തയില്ല. കുറച്ച് പേര് അവരവരുടെ വഴിക്ക് പോകുന്നു, കുറച്ച് പേര് ഇങ്ങോട്ട് വരുന്നു. അതൊരു അലങ്കോലപ്പെട്ട ഭരണ സംവിധാനങ്ങൾ. ഞാൻ ഭരണത്തെ കുറ്റം പറയുകയല്ല, പക്ഷേ വിഷനില്ലാത്ത ഒരു ഭരണം, വിഷനില്ല. അതായത് ഒരു ഭാവിയിലേക്കുള്ള, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചിന്താഗതിയോടുകൂടി പ്രവർത്തിക്കണം. അതായത് ഇങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾ നല്ലൊരു ശതമാനം നല്ല കഴിവുള്ളവരാ, എല്ലാവരും തന്നെ കഴിവുള്ളവരാ. ഈ ലാംഗ്വേജ് ഭാഷയൊക്കെ പഠിച്ചെടുക്കണമെങ്കിൽ അത്ര എളുപ്പമൊന്നുമല്ല. അങ്ങനെ പല രീതിയിലും കഴിവുള്ള മക്കളെ ഇപ്പുറത്തേക്ക് പോകുന്നതേ. അപ്പോൾ അവരുടെ ആ ഒരു പവർ, അവരുടെ എനർജി നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. രൂപതയ്ക്ക് നമുക്ക്, പ്രത്യേകിച്ച് പാലക്കാട് രൂപതയ്ക്കൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാമെന്ന് മാത്രം. അല്ലാതെ ഇവർക്ക് നല്ല ഉയർന്ന വേതനമുള്ള ജോലി വാഗ്ദാനം ചെയ്യാനോ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങൾ മുഴുവൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പ്രവാഹം പുറത്തേക്കുണ്ട്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതിന് മറുവശം ഇവരെങ്ങോട്ട് പോകുന്നു, അവിടുത്തെ രാഷ്ട്രങ്ങൾ മറ്റെന്തെങ്കിലും നിയമനിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ നടത്തിയാൽ പിന്നെ നമ്മുടെ ആ പ്രവാഹത്തിൻ്റെ തടസ്സം നേരിട്ടേക്കാം. നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ ഇന്ന് യുവാക്കൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് വൈകിയുള്ള വിവാഹങ്ങൾ വൈകുന്നു. ആ വൈകുന്നത് മൂലം തന്നെ പലർക്കും വിവാഹം നടക്കാനാകാത്ത അവസ്ഥയും വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഈ കുടിയേറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ കുടിയേറി പുറത്തേക്ക് പോകുന്നു. അത് ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ഈ കേരളത്തിലുള്ള ക്രൈസ്തവർ പോകുമ്പോൾ ക്രൈസ്തവ കുടുംബങ്ങളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു വരാൻ ഇടവരുത്തുന്നു നാട്ടിൽ. ഇതുമായിട്ട് ചിന്തിക്കുമ്പോൾ സമാനമായിട്ടുള്ള ഒരു കാര്യമാണ്, വിവാഹിതരാകാതെ യുവാക്കൾ നിൽക്കുമ്പോൾ കുടുംബങ്ങളുടെ എണ്ണം ശോഷിച്ചു പോവുക, അല്ലേ? ഒരു കൃത്യസമയത്ത് ഒരു നിശ്ചിത വിവാഹപ്രായത്തിൽ അവർ വിവാഹം കഴിച്ച് പോയിരുന്നെങ്കിൽ അത്രയും കുടുംബങ്ങളാണ് രൂപപ്പെടുന്നത്. അത് ക്രൈസ്തവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സമുദായത്തിൽപ്പെട്ടവരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞു പോവുക, മനുഷ്യരുടെ എണ്ണം, കുടുംബങ്ങളുടെ എണ്ണം കുറയുക. കുടുംബങ്ങളുടെ എണ്ണം കുറയുമ്പം കുടുംബ മൂല്യങ്ങളുണ്ട്. നമ്മൾ ആരംഭം മുതലേ കാത്തു സൂക്ഷിക്കുന്ന ഉന്നതമായ കുടുംബ മൂല്യങ്ങളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബ മൂല്യങ്ങളൊക്കെ ശോഷിച്ചു പോവുക. അപ്പോൾ ഈ യുവാക്കളെ, പ്രത്യേകിച്ച് യുവാക്കളാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ യുവതികളൊക്കെ വിവാഹം കഴിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പെൺകുട്ടികൾക്ക് യുവാക്കന്മാരെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലെന്ന് പറയുന്നു. യുവാക്കന്മാർ കുറേ പേര്, എനിക്കറിയാം പാലക്കാട് രൂപതയിലെ സിറ്റുവേഷൻ, പല ഇടവകളിലും യുവാക്കന്മാർ വിവാഹത്തിലാകാൻ നിൽപ്പുണ്ട്, വിവാഹപ്രായം കഴിഞ്ഞു. അപ്പോൾ ഇത് യുവാക്കന്മാരായാലും യുവതികളായാലും കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാട്, ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ വളരെ പ്രാഗ്മാറ്റിസം, അതായത് ജീവിതത്തെക്കുറിച്ച് പ്രായോഗികമായിട്ട് ചിന്തിക്കണം എന്നല്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു കുടുംബം പുലർത്താൻ ആവശ്യമായ ജോലിയോ സാമ്പത്തിക ഭദ്രതയോ ഉള്ള ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നൊരു പെൺകുട്ടി വിചാരിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. ആൺകുട്ടികളെ സംബന്ധിച്ച്, യുവാക്കന്മാരെ സംബന്ധിച്ച് പലർക്കുള്ളൊരു ബുദ്ധിമുട്ട്, അവർ വേണ്ടത്ര ക്വാളിഫൈഡ് ആയിട്ടില്ല. ആരുടെ കൺമുൻപിൽ? പെൺകുട്ടികളുടെ കൺമുൻപിൽ വേണ്ടത്ര ക്വാളിഫൈഡ് അല്ല. അതുപോലെ അവനൊരു കർഷക കുടുംബത്തിലെ ഒരു ചെറുക്കനാണ്. ഈ പെൺകുട്ടി കർഷക കുടുംബത്തിൽ നിന്ന് പോയിട്ടുള്ളതായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ അവരുടെ നിലവാരം മാറിക്കഴിഞ്ഞപ്പോൾ കർഷക കുടുംബത്തെയോ അത്ര വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തയോ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് പിന്നെ രണ്ട് ധ്രുവങ്ങളിൽ പോകും, അങ്ങനെയാണ്. പക്ഷേ അല്ലാതെ തന്നെ കുടുംബത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, അവൻ്റെ സ്വഭാവം നല്ലതാണോ, ഒരു വ്യക്തിയുടെ സ്വഭാവം നല്ലതാണോ, അവൻ അധ്വാനിക്കാൻ കഴിവുണ്ടോ, അവൻ അധ്വാനിക്കാൻ ആരോഗ്യമുണ്ടോ, അവൻ്റെ മാതാപിതാക്കളോടും അവൻ്റെ കുടുംബാംഗങ്ങളോടും അവൻ പെരുമാറുന്നത് എങ്ങനെയാണ്, നല്ല സ്നേഹമുള്ളവനാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും. അതായത് വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചുമുള്ള ഒരു കാഴ്ചപ്പാട് മാറിപ്പോയ പോലെ എനിക്ക് പണം ഉണ്ടെങ്കിലേ മാത്രമേ ഞാൻ അവനെ വിവാഹം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവന് ജീവിക്കാൻ ചുറ്റുപാടുണ്ടെങ്കിലേ ഞാൻ അവനെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ എല്ലാ ആൺകുട്ടികളും അത്രമാത്രം വലിയൊരു വിദ്യാഭ്യാസ നിലവാരമുള്ളവരൊന്നും അല്ല. നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് കർഷക കുടുംബത്തിലുള്ളവരൊക്കെ സാധിക്കുന്നത് പോലെയൊക്കെ അവർ പഠിച്ചു പോയിട്ടുണ്ട്. അതങ്ങനെ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ പെൺകുട്ടികളുടെ മനോഭാവത്തിലും കുടുംബത്തെക്കുറിച്ച് മൊത്തത്തിലുള്ള മനോഭാവത്തിലും വന്ന ഒരു വ്യതിയാനം ഇങ്ങനെ സംഭവിക്കുന്നു. പിന്നെ പെൺകുട്ടികൾ കുറേ പേര് പറഞ്ഞ പോലെ എല്ലാവരും തന്നെ, മിക്കവരും തന്നെ വിദേശത്തേക്കൊക്കെ പോകുന്നത് കൊണ്ട്
അവരുടെ നിലവാരത്തിലുള്ളവരെ അവർക്ക് കിട്ടണമെങ്കിൽ അവർ അവിടെ നിന്ന് തന്നെയൊക്കെ സംഘടിപ്പിക്കുക. ഇവിടുന്ന് കുടിയേറി പോയിട്ടുള്ള മറ്റാളുകളെയൊക്കെ അവരും അവിടെ വെച്ച് വിവാഹിതരാകാൻ കുറച്ച് പേര് നാട്ടിലൊന്നും വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അനന്തരഫലമായിട്ട് ഒരു ഗണം യുവാക്കൾ ഇങ്ങനെ വിവാഹിതരാകാൻ പറ്റാതെ വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുക. ഇതൊരു വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ച് സഭാതലങ്ങളിലും KCBC തലങ്ങളിലും KCBC സമ്മേളനത്തിലും അതുപോലെ സീറോ മലബാർ സഭയുടെ സിനഡിലും ഒക്കെ പിന്നെ രൂപതകളിലുമൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. വേദനാജനകമായൊരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ട്. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ അതും അങ്ങനെയാണ് ഈ മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ രൂപമെടുത്തത്. ഈ രൂപതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടുമൊക്കെ മാട്രിമോണിയൽ സൈറ്റുകൾ അങ്ങനെയുള്ള ചില സൈറ്റുകളിൽ നിന്ന് ഇവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അനുയോജ്യരായ വ്യക്തികളെ കണ്ടെത്തുന്നുമുണ്ട്. ഇനിയും പലരും അവശേഷിക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. പിന്നെ അതുപോലെ എനിക്ക് തോന്നുന്ന ഈ അന്തർരൂപത സംഗമങ്ങൾ ഒരു പക്ഷേ ഉപകരിക്കുമായിരിക്കും. അന്തർരൂപത സംഗമങ്ങൾ അത് നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് കുറേ പേരെ ഒക്കെ ഇങ്ങനെ വിളിച്ചേർത്ത് ഞങ്ങളിവിടെ രൂപതാ തലത്തിൽ നടത്തിയിരുന്നു. പക്ഷേ എല്ലാവരും തന്നെ വന്നില്ല, കുറച്ച് പേരൊക്കെ എത്തിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് കളക്ട് ചെയ്തുകൊണ്ടും പിന്നെ ആളുകളെ തമ്മിൽ പരിചയപ്പെടുത്തിക്കൊണ്ടുമുള്ള സംഗമങ്ങൾ ഒരു പക്ഷേ ഉപകരിക്കുമായിരിക്കും. രൂപതയ്ക്ക് പുറത്തു നിന്ന് അന്തർരൂപത അല്ല ഒരു എന്താ പറയുക, ഈ രൂപതകൾ തമ്മിലുള്ള ഒരു സംഗമം ഇങ്ങനെയുള്ളവരുടെ അത് ഒരുപക്ഷെ ഉപകരിച്ചേക്കുമായിരിക്കും. ഏതായാലും ഇവരിങ്ങനെ കുറച്ച് പേരുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. യുവാക്കളുടെ ഈ വിഷയം രൂപതയുടെ കർമ്മപദ്ധതിയിൽ തന്നെ സൂചിപ്പിച്ചിട്ടായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് പിതാവ് അത് എടുത്തു എന്നുള്ളതിന് തന്നെയാണല്ലോ അതിൻ്റെ ഒരു ഇത് തെളിവായിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മൾ ഇതാണ് രൂപതയുടെ ഈ ജൂബിലിയുടെ ഒരു കർമ്മ പദ്ധതി. രൂപതയുടെ ജൂബിലിയുടെ കർമ്മ പദ്ധതി ഇതാണ്. ഈ കർമ്മ പദ്ധതിയിൽ ഓരോ മാസവും ഓരോ സെക്ഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രോഗ്രാമുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽപ്പെട്ട ഒന്ന് 2024 ജൂലൈ മാസത്തിലാണ് യുവജനങ്ങൾക്ക് ഒരു മാസം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. യുവജനങ്ങളുടെ മാസമായിട്ട് അന്ന് നമ്മൾ അപ്പോൾ ആ മാസത്തിൽ പല പ്രത്യേക പ്രോഗ്രാമുകൾ യുവജനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാകും. അത് പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള മാസത്തിൽ. പക്ഷെ അല്ലാണ്ട് തന്നെ യുവജനങ്ങളുടെ കാര്യത്തെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യുവജനങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കർമ്മ പദ്ധതിയിൽ വിവാഹപ്രായം കഴിഞ്ഞവരുടെ വിവാഹം നടത്താൻ പ്രത്യേക ശ്രദ്ധ നൽകുക. അത് ഈ കർമ്മ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത് വിവാഹപ്രായം കഴിഞ്ഞവരുടെ വിവാഹ പരസ്യം പൈസ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. രൂപതയുടെ മുഖപത്രമുണ്ട്, ജനപ്രകാശം. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പബ്ലിക്കേഷനിൽ ഇവരുടെ വിവാഹത്തിൻ്റെ പരസ്യങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാം. അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ നമ്മൾ ഉൾച്ചേർത്തിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ സ്പിരിറ്റ്, അതിൻ്റെ അരൂപി എന്ന് പറയുന്നത് വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന യുവജനങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം എന്തായാലും കർമ്മ പദ്ധതിയിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. വോയിസ് ഓഫ് ദി ചർച്ച് ഇവിടെ അവസാനിക്കുന്നില്ല. പിതാവിനോട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്ക് ചോദിച്ചറിയുവാനുണ്ട്. സഭാപരമായ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. പിതാവേ, നന്ദി.